കടുവാ സാന്നിധ്യം സ്ഥിരീകരിച്ച വയനാട് തലപ്പുഴയിൽ വനംവകുപ്പിന്റെ മാരത്തൺ തെരച്ചിലിന് തുടക്കമായി 4 സംഘങ്ങളായി തിരിഞ്ഞാണ് തെരച്ചിൽ. കടുവ വയനാടിന്റെ ഡേറ്റാ ലിസ്റ്റിൽ ഉൾപ്പെട്ടതാണെന്നും 8 വയസ്സ് പ്രായമുള്ള പെൺകടുവയാണെന്നും നോർത്ത് ഡിഎഫ്ഒ മാർട്ടിൻ ലോവൽ പറഞ്ഞു. സുർജിത് അയ്യപ്പ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വനംവകുപ്പ് സംഘം ഈ തലപ്പുഴ മേഖലയിൽ വലിയ രീതിയിലുള്ള അലോസരം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന കടുവയ്ക്കായി തെരച്ചിൽ തുടരുകയാണ്. ഈ വന മേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇന്ന് വൈകിട്ട് വരെ ഇങ്ങനെ ഒരു കോമ്പിംഗ് നടക്കുന്നുണ്ട്. ഈ പ്രധാനമായും ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്ന ഈ കടുവയെ ഉൾവനത്തിലേക്ക് തുരത്തുക എന്നുള്ള ദൗത്യമാണ് വനംവകുപ്പ് നടപ്പാക്കുന്നത്. ഈ കടുവയെ സംബന്ധിച്ചുള്ള കൃത്യമായ സ്ഥിരീകരണം വനംവകുപ്പിന് ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ ക്യാമറ ട്രാപ്പിലടക്കമുള്ള ചിത്രങ്ങൾ പരിശോധിച്ചപ്പോൾ അതിൻ്റെ ID കൃത്യമായ രീതിയിൽ തന്നെ വനംവകുപ്പിന് വ്യക്തമായിട്ടുണ്ട്. അതായത് 8 വയസ്സോളം പ്രായമുള്ള പെൺകടുവയാണ് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് DFO മാർട്ടിൻ ലോവൽ പങ്കുവച്ചത്. അതായത് കേരളത്തിൻ്റെ ഡാറ്റ ലിസ്റ്റിൽ ഉൾപ്പെട്ട കടുവ തന്നെയാണ് ഇത് എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഏറ്റവും ഒടുവിൽ കടുവയെ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. 43 എന്നുള്ള പ്രദേശത്താണ് ഏറ്റവും ഒടുവിൽ കടുവ ഇറങ്ങിയത്. കഴിഞ്ഞ 1.5 മാസത്തോളമായി ഇത്തരത്തിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും കടുവ ഉണ്ടാക്കുന്നില്ല. ഈ വളർത്തുമൃഗങ്ങളെയൊന്നും പിടികൂടുന്നില്ല. അതോടൊപ്പം തന്നെ ആളുകൾക്ക് ഭീഷണിയാകുന്നില്ല. പക്ഷേ കടുവയുടെ സാന്നിധ്യമുണ്ട്. അത് ഈ രാധയുടെ മരണശേഷം വലിയ രീതിയിലുള്ള ആശങ്ക ഇവിടുത്തെ പ്രദേശവാസികളെ സംബന്ധിച്ചുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ദൗത്യം വനംവകുപ്പ് നടപ്പാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ഈ മേഖല കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. എത്രത്തോളം ആശ്വാസമുണ്ട് ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ദൗത്യം മുന്നോട്ട് പോവുകയാണ്? തീർച്ചയായും ആശ്വാസമുണ്ട്. തവിഞ്ഞാൽ കുറേ ദിവസമായി ഈ വലിയ ഭീഷണിയിലാണ്. അതിന് പരിഹാരം കാണണമെന്ന് നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ആവശ്യപ്പെടുകയാണ്. ഏതായാലും ഇന്നത്തെ ഈ കോമ്പിങ് പ്രതീക്ഷയോടെ ഞങ്ങൾ കാണുന്നത് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ജനപ്രതിനിധികളും ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ആളുകളും എല്ലാവരും ഈ ഒരേപോലെ ആശങ്ക പങ്കുവച്ചിരുന്നതാണ്. പക്ഷേ ഈ ഒരു കോമ്പിങ് സ്വാഭാവികമായും അതൊരു കൃത്യമായ രീതിയിൽ തന്നെ ഈ കടുവയെ ട്രാക്ക് ചെയ്യാനും അതിനെ ഉൾവനത്തിലേക്ക് തുരത്താനും കഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് പങ്കുവയ്ക്കുന്നത്. ആളുകളെ സംബന്ധിച്ചും വലിയ ആശ്വാസം ഉണ്ടാകേണ്ടതുണ്ട്. കാരണം അത് അത്രമാത്രം വലിയ ഭീഷണിയായി കടുവ നിലനിൽക്കുന്നുണ്ട്. ഈ രാധയുടെ മരണശേഷമാണ് ഈ ഒരു ആശങ്ക ഉള്ളത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു കോമ്പിങ് ഇപ്പോൾ വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്.